പാക് സേനാ മേധാവിക്ക് നേരെ പ്രതിഷേധമാണ്. അസീം മുനീറിന് നേരെയാണ് ഈ ജമാഅത്ത് ഉലമ-ഇ-ഇസ്ലാം എന്ന സംഘടനയുടെ മേധാവിയായിട്ടുള്ള മൗലാന ഫസലുർ റഹ്മാൻ ആണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. താങ്കൾ യൂണിഫോം ഊരി വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത്. ഈ ബലൂചിസ്ഥാന്റെ ഒക്കെ ആ ഒരു പിളർപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ്. പാകിസ്ഥാനിൽ വീണ്ടും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, പാകിസ്ഥാനിലും പ്രധാനമായിട്ട് പ്രശ്നം ഒരു സമയത്തും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളല്ല പാകിസ്ഥാനെ ഭരിക്കുന്നത്. പാകിസ്ഥാനെ ഭരിക്കുന്നത് ഇന്ന് പട്ടാള മേധാവികളാണ്. പഴയ കാലത്ത് യാഹിയ ഖാൻ ഭരിച്ചിട്ടുണ്ട്. യാഹിയ ഖാൻ പട്ടാളത്തിൻ്റെ ഭരണം അത് ഇവരെല്ലാം തോൽപ്പിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി ആളുകൾ പിന്നെ പിൽക്കാലത്തൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവരും പേരുകൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതാണെങ്കിലും നിരവധി പട്ടാള ഉദ്യോഗസ്ഥന്മാർ, പട്ടാള മേധാവികളാണ് പലപ്പോഴും പാകിസ്ഥാനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അതേപോലെ നാളെ ഭരിക്കാൻ സാധ്യതയുള്ള ആളാണ് ഇപ്പോഴത്തെ പറയുന്ന അസീം മുനീർ. ഇയാൾ നാളെ ഭരിക്കാൻ സാധ്യതയുണ്ട്. അയാൾ പട്ടാള മേധാവിയൊക്കെയാണ്, കരസേനാ മേധാവിയൊക്കെയാണ്, ഫീൽഡ് മാർഷലാണ്, ഒക്കെ ശരിയാണ്. അയാൾ നാളെ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ആർക്കും അത്ഭുതത്തിന് അവകാശമില്ല. ഒരുപക്ഷെ ഈ ബലൂചിസ്ഥാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ബലൂചിസ്ഥാൻ്റെ പ്രശ്നമൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞാൽ ആ സമയത്ത് പഴയ കാലത്ത് എങ്ങനെയാണ് യാഹിയ ഖാൻ ഇന്ത്യക്കെതിരായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്, അന്ന് ചെയ്തത് ബംഗ്ലാദേശിൻ്റെ കാലത്തേക്കാണ്. അപ്പം അങ്ങനെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാൾ അത് അസീം മുനീറാണ്. അത് നല്ലൊരു എക്സാമ്പിൾ നമുക്കുണ്ട്. നമുക്ക് ഏകദേശം ഒരു 6-7 മാസക്കാലത്തിന് മുമ്പായിട്ടാണ് ട്രംപിൻ്റെ അമേരിക്കയിൽ ഇദ്ദേഹം പോയി. ഇന്ത്യക്കെതിരായിട്ട് വലിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരിട്ട് എത്തിയിട്ട് സ്വീകരണം കൊടുത്തത് ഈ പറയുന്ന അസീം മുനീറിനാണ്. സാധാരണ നിലയ്ക്ക് ആർക്കാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആരെയാണ് സ്വീകരിക്കുക? ഒന്നിലും മറ്റു രാഷ്ട്രത്തിൻ്റെ തലവന്മാരെ, അവിടുത്തെ പ്രധാനമന്ത്രിമാരെ, അല്ലെങ്കിൽ മറ്റ് പ്രശസ്തരായിരിക്കുന്ന ആളുകളെ. അതൊന്നും ആയിരുന്നില്ല. കേവലം ഒരു പട്ടാള മേധാവിക്ക് പതിവിൽ കവിഞ്ഞ സ്വീകരണം കൊടുത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്ഥാനം നൽകിയത് ട്രംപാണ്. അപ്പം ട്രംപ് കൊടുക്കുന്ന സമയത്ത് വന്ന് വെറുതെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഉൾവിളി എന്നൊന്നും കൊടുത്തതൊന്നുമല്ല. അത് കൃത്യമായുള്ള ധാരണ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ചിലരൊക്കെ കേരളത്തിലൊക്കെ തന്നെ പറഞ്ഞു ട്രംപിന് തലയ്ക്ക് സുഖമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ട്രംപ് കൊടുത്തത്. അങ്ങനെയൊന്നുമല്ല. ട്രംപിനറിയാം പാകിസ്ഥാൻ്റെ സ്വഭാവം അറിയാം. പാകിസ്ഥാനിൽ ഏത് സമയം അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവി അവിടുത്തെ ഭരണം പിടിക്കും. ദുർബലമായിരിക്കുന്ന ഭരണമാണ് അവിടെ നിലവിലിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കാര്യമായിട്ടുള്ള സ്ഥാനമൊന്നും അവിടെ ഇല്ല. അവിടുത്തെ ഭരണം പിടിക്കും. ദുർബലമായിരിക്കുന്ന ഭരണമാണ് അവിടെ നിലവിലിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കാര്യമായിട്ടുള്ള സ്ഥാനമൊന്നും അവിടെ ഇല്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പട്ടാളമാണ് തീരുമാനിക്കുക. അങ്ങനെയുള്ള പട്ടാളം കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് കാര്യങ്ങൾ നിശ്ചയമുണ്ട്. അപ്പോൾ ഏകദേശം ഈ മതമേധാവികളുടെ കയ്യിലായിരുന്നു അന്ന് പട്ടാളം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മതമേധാവികളും പട്ടാളം തമ്മിൽ അല്പം ഒരു ഗുസ്തിയില്ല. അതുകൊണ്ടാണ് ചില മതമേധാവി അലുലുമയുടെ ആളൊക്കെ ഇപ്പോൾ പറഞ്ഞത്, ഈ പറയുന്ന ഇവര് പട്ടാളക്കാരും കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് തീരുമാനിച്ചാൽ മതി, ഇലക്ഷന് മത്സരിക്കുന്നൊക്കെ പറഞ്ഞത് ഈ പറയുന്ന മതമേധാവിയാണ്. ഈ പറയുന്ന മതമേധാവികളും പട്ടാളവുമായിട്ട് പല കാലത്തും വലിയ അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. അവിടെയുള്ള മതമേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ആരൊക്കെ എവിടെയൊക്കെ സഞ്ചരിക്കണം, ആരൊക്കെ ഏതെല്ലാം വേഷവിധാനങ്ങൾ ധരിക്കണം, ആരൊക്കെ ഏതെല്ലാം വസ്ത്രങ്ങൾ ധരിക്കണം, ആരൊക്കെ ഏതെല്ലാം ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ പട്ടാള മേധാവികളും അല്ലെങ്കിൽ മതമേധാവികളും തമ്മിലുള്ള കൂട്ടായിട്ട് തീരുമാനത്തിലാണ് വരിക. അങ്ങനെയാണ് പാകിസ്ഥാനെ ഇത്തരം വലിയൊരു പതനത്തിലേക്ക് എത്തിച്ചത്. ഈ മതമേധാവികളുടെയും പട്ടാളത്തിൻ്റെയും കൂട്ടായ്മയാണ്. അതൊരു സംശയമില്ലാത്ത വസ്തുതയാണ്. ഇപ്പം ഇന്നിപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പട്ടാള മേധാവിയോട് പറയുന്നത് താൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല, ആരൊക്കെ ഇടപെടണം, ഞങ്ങളെ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപെട്ടാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ഒരു ഹുങ്കാണ് മതമേധാവിക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ പോലെയുള്ള പട്ടാള മേധാവികളൊന്നും ഇതിനനുസരിക്കാൻ സാധ്യതയില്ല. കാരണം മറ്റൊരു ധിക്കാരിയാണ് ഈ പറയുന്ന കരസേനാ മേധാവി. ആ കരസേനാ മേധാവിയുടെ ധിക്കാരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മതമേധാവികൾക്ക് സാധ്യമാവില്ല. ഇപ്പം തന്നെ നമുക്കറിയാം ബലൂചിസ്ഥാനിൽ പ്രശ്നമാണ്. അവിടെ സാധാരണക്കാരന് കിട്ടേണ്ട ആഹാര സാധനങ്ങൾ പോലും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവാണ് അവിടെ മെയിൻലാൻഡിലേക്ക്. പഴയ കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെ ചെയ്തിരുന്നത്? ബംഗ്ലാദേശിൽ നിന്ന് മെയിൻലാൻഡിലേക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകും. ബംഗ്ലാദേശിന് ഒന്നും കിട്ടിയിരുന്നില്ല. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ കണ്ടാണ് അവിടെ നിന്ന് കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന ആ ഒരു സാഹചര്യത്തിലാണ്. സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ബലൂചിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അവിടെ ഈ മതമേധാവികളും പട്ടാള മേധാവികളും ഒന്നിച്ചു ചേർന്ന് തീരുമാനങ്ങളെടുത്ത് അവിടെ സർവ്വസാധാരണക്കാരന് കിട്ടേണ്ട ആഹാര സാധനങ്ങൾ പോലും തടഞ്ഞു വെക്കുന്നു. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ബലൂചിസ്ഥാൻ. അവിടെ വേണ്ടത്ര കാര്യങ്ങൾ നടക്കുന്നില്ല, അവിടെ കൃഷി നടക്കുന്നില്ല, അവിടെ വാണിജ്യം നടക്കുന്നില്ല, അവിടെ വ്യവസായം ഉണ്ടാവുന്നില്ല. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പോലും മെയിൻലാൻഡിലേക്ക് എത്തിക്കുകയാണ്. അവിടെയുള്ള സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന ഈ പട്ടാള മേധാവിയും മതമേധാവിയും രാഷ്ട്രീയ മേധാവിയും തമ്മിലുള്ള ഒരു സഖ്യമാണ്.
ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വ്യത്യാസം ഇവിടുത്തെ അതാണ്. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കാലത്തോളം കഴിഞ്ഞുവെങ്കിലും ഇന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്ന പട്ടാള മേധാവികളാണ്, ഇന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്ന മതമേധാവികളാണ്. ഇത് ഭാരതത്തിലില്ല. ഭാരതത്തിൽ ഒരു മതവും രാഷ്ട്രീയത്തിൽ പരിധി വിട്ടിട്ട് ഇടപെടില്ല. അല്പമെങ്കിലും ഇടപെടുന്നത് കേരളത്തിൽ മാത്രമാണ്, ബാക്കി ഒരു സ്ഥലത്ത് ഇടപെടില്ല. അഥവാ ഇടപെട്ടാൽ മതമേധാവികൾ എവിടെ നിർത്തണം എന്നുള്ള കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ബോധ്യമുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന് എവിടം വരേക്കും പോകാൻ സാധിക്കും എന്നുള്ളത് നിശ്ചയിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഒരു ധാർമ്മികമായ നിലവാരമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന് മതമേധാവികൾക്കുപരിയായിക്കൊണ്ട് സംവിധാനം നിലവിലുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഗതികേട്. അതുകൊണ്ടാണ് സാധാരണ പാകിസ്ഥാനിൽ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്നത് നരേന്ദ്രമോദിയാണെന്ന് പറയാറുണ്ട്. അതിന് കാരണം നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൻ്റെ കീഴിൽ ഭാരതം ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ അവസ്ഥ പരമദയനീയമാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. പട്ടിണി പാവങ്ങളായിരിക്കുന്ന ആളുകളാണ്. മതത്തിന് മതമേധാവികളുടെ അവരുടെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് സാധാരണക്കാര്. മതമേധാവികളായിരിക്കുന്ന ആളുകൾ മതത്തിൻ്റെ പേരിൽ ഇവരെല്ലാ 5 നേരം നിസ്കരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല, തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ പറയുന്ന മതമേധാവികൾ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നു, അവർ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുന്നു. അസീം മുനീറിനെ പോലുള്ള ആളുകളോട്, ഞാൻ അയാൾ ശരിയാണെന്ന് ധരിച്ചിട്ടല്ല പറയുന്നത്, അയാളെ പോലുള്ള ആളുകളോട് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി വാ, പട്ടാളക്കാർ പരിധി വിട്ട് കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പട്ടാളക്കാരൻ്റെ സ്വഭാവം നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് പട്ടാളക്കാരന് ഏത് നിമിഷം വേണമെങ്കിൽ ഈ മതമേധാവിയെ വേണേൽ പിടിച്ചു ജയിലിലിടും, രാഷ്ട്രീയ നേതാവിനെ പിടിച്ച് ജയിലിടും. പണ്ട് സുൽഫിക്കർ അലി ഭൂട്ടോയെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്, അവർ അദ്ദേഹത്തിൻ്റെ മകളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു പാരമ്പര്യം അവർക്കുണ്ട്. പാകിസ്ഥാൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യത്തിൻ്റെ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം ആ നാടിന് ഒരിക്കലും ശ്രേയസ്കരമായിട്ടുള്ള പാരമ്പര്യമല്ല. ലോകത്തിലെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനമായിട്ട് പാകിസ്ഥാനെ കൊണ്ടുപോയതിൽ ഈ പറയുന്ന മതമേധാവികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അവിടെയുള്ള സേനാ വിഭാഗങ്ങൾക്കും വലിയ പങ്കാണുള്ളത്. ഈ പങ്കിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ പറയുന്ന പ്രസ്താവന നമ്മൾ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടതാണ്. ഏതാണെങ്കിലും ഇതൊരു പാകിസ്ഥാന് ഗുണകരമല്ല. അവിടുത്തെ മതമേധാവിയായാലും കൊള്ളാം, അവിടുത്തെ പട്ടാള മേധാവിയായാലും കൊള്ളാം, ഈ രണ്ടുപേരും യഥാർത്ഥമായിട്ട് സാധാരണക്കാരനായിരിക്കുന്ന പാകിസ്ഥാൻകാരൻ്റെ വിഷയങ്ങളിൽ നിന്ന് ബഹുദൂരം അവർ ബഹുഘാതം അകലെയാണെന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത അവർ തിരിച്ചറിയണമെന്നാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.